കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം 3 മണിക്ക് നാഴികമണി 3 അടിച്ചപ്പോൾ ഗോപുരവാതിൽ തുറക്കുകയും ശ്രീകോവിലിൽ മേശാന്തി നട തുറക്കുകയും ചെയ്തു. മേശാന്തി പ്രവേശിച്ച് പുണ്യ നദികളെയെല്ലാം ആവാഹിച്ച് തീർത്ഥജലം ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം നിർമാല്യങ്ങൾ വാരുകയും എണ്ണാഭിഷേകം, വാകച്ചാർത്ത്, ശംഖാഭിഷേകം, സ്വർണകുംഭാഭിഷേകം എന്നിവ കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂരപ്പന് ശിരസിൽ സ്വർണക്കിരീടം ചാർത്തുകയും ശ്രീകോവിൽ നട അടയ്ക്കുകയും ചെയ്തു. മലർ നിവേദ്യത്തിനുള്ള സമയമായി. മലർ നിവേദ്യം മലര്, ശർക്കര, നാളികേരപ്പൂൾ, കദളിപ്പഴം, വെണ്ണ എന്നിവ കൊണ്ടുള്ള ഭഗവാന്റെ മലർ നിവേദ്യം കഴിഞ്ഞു. പിന്നെ അലങ്കാരമാണ്. അലങ്കാരം കഴിഞ്ഞ് 4 മണിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ നട തുറന്നു. അതാ ആ ശ്രീകോവിലിനകത്ത് നെയ്വിളക്കുകളെല്ലാം തെളിഞ്ഞു കത്തുന്നു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതാ ആ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ്. തിരുമുഖം ചന്ദനം ചാർത്തി, ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചു, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലകളും ചാർത്തി, പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒരു ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ദിവ്യ കൈശോര വേഷം എല്ലാ ഭക്തജനങ്ങളും കണ്ട് നാരായണനാമം ചൊല്ലി ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്, ആ ശ്രീകോവിലിൻ്റെ നടക്കിലേക്ക് എത്തുകയാണ്. എല്ലാവരും സാഷ്ടാംഗം നമസ്കരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ അവരെ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. അതേ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ഭഗവാനെ ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. നാരായണ നാരായണ നാരായണ. ഉറക്കെ ജപിച്ചോളൂ കേട്ടോ. കണ്ണൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല. നാരായണ നാരായണ നാരായണ. പരമമായ സത്യം അതൊന്നു മാത്രമേ ഉള്ളൂ. അതാണ് ശ്രീ ഗുരുവായൂരപ്പൻ. ആത്മാർത്ഥതയോടുകൂടി നാമങ്ങൾ ചൊല്ലിക്കോളൂ, പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. ഒട്ടും ശങ്ക വേണ്ട. സത്യമായ ഉണ്ണിക്കണ്ണനെ അത് വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ. നാരായണ നാരായണ നാരായണ. ഉറക്കെ ജപിച്ചോളൂ കേട്ടോ. നാരായണ നാരായണ നാരായണ.